നമസ്കാരം. ഇന്ത്യക്കു നേരെ തീരുവ ചുമത്തി തകർക്കാമെന്ന മലർപ്പൊടിക്കാരന്റെ സ്വപ്നവുമായി എത്തിയ ട്രംപിനെ അടിമുടി തകർത്തു വരുന്ന സർജിക്കൽ സ്ട്രൈക്കുമായി എത്തിയിരിക്കുകയാണ് ഇന്ത്യ. ഇന്ത്യക്ക് മേലുള്ള താരിഫ് വർദ്ധിപ്പിച്ചിട്ട് അതിൽ എന്തായിരുന്നു തൊടുന്യായം? ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കി റഷ്യയെ വരുതിയിലാക്കാനായിരുന്നു എന്നും എന്തേ ഇപ്പൊ മനസ്സിലായില്ലേ? ഇന്ത്യക്കും അറിയാം ഈ സമ്മർദ്ദ തന്ത്രം. ഒന്നിനു പിറകെ ഒന്നായി അമേരിക്കയുടെ നടപടിക്ക് ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പുതിയത് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ നടപടിയാണ്. പുതിയ അമേരിക്കൻ തീരുവ നിയമങ്ങൾ കാരണം അമേരിക്കയിലേക്കുള്ള തപാൽ ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യം. ഇത് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ നടപടികളിലൊന്നായി കണക്കാക്കപ്പെടുന്നു. ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഓർഡർ നമ്പർ 14324 അനുസരിച്ച് $800 വരെയുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇളവ് അമേരിക്ക പിൻവലിച്ചു. $100 മുകളിലുള്ള എല്ലാ തപാൽ ഇനങ്ങൾക്കും ഇനി മുതൽ കസ്റ്റംസ് തീരുവ ബാധകമായിരിക്കും. എന്നിരുന്നാലും ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്നും ഇന്ത്യൻ തപാൽ വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. തീരുവ പിരിക്കുവാനും അടയ്ക്കുവാനുമുള്ള സംവിധാനങ്ങൾ അവ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് അടയ്ക്കേണ്ട തപാൽ ചരക്കുകൾ സ്വീകരിക്കാൻ വിമാന കമ്പനികൾ തയ്യാറായില്ല. ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് 25 മുതൽ അമേരിക്കയിലേക്കുള്ള എല്ലാ തപാൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചത്. അന്യായവും യുക്തിരഹിതവുമായ ഈ തീരുമാനത്തെ ഇന്ത്യ നേരത്തെ തന്നെ അപലപിച്ചിരുന്നു. റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന് 25% അധിക പിഴ ചുമത്തിയ ട്രംപിന്റെ നടപടിയും വ്യാപാര സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിയിരുന്നു. തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളും ഇന്ത്യൻ തപാൽ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ ബുക്ക് ചെയ്ത സാധനങ്ങൾക്ക് തപാൽ ചാർജ് തിരികെ നൽകാൻ ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടുന്നതാണ്. അതേസമയം $100 താഴെയുള്ള സമ്മാന ഇനങ്ങൾ അമേരിക്കയിലേക്ക് അയക്കാൻ ഇപ്പോഴും സാധിക്കും. ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഈ ശക്തമായ നീക്കം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ സൂചനയാണ്. അമേരിക്കയുമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കും. എന്നാൽ അമേരിക്കൻ നയങ്ങൾക്കെതിരെ മൗനം പാലിക്കാതെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നുണ്ട്. ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെ ആയിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച